ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഗണിതശാസ്ത്ര പണ്ഡിതനായിരുന്നു ജോർജ് ഡാൻസിങ്. അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുണ്ട്. ഡാൻസിങ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ പഠിക്കുന്ന കാലം. കണക്ക് പരീക്ഷയിൽ ഒന്നാമനാകാൻ സാധിച്ചാൽ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോലി കിട്ടും എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി പരീക്ഷയ്ക്ക് ഒരുങ്ങി. ഒരു ദിവസം പരീക്ഷാ ഹാളിൽ വൈകിയെത്തിയ അദ്ദേഹം ചോദ്യക്കടലാസ് കൂടാതെ 2 ചോദ്യങ്ങൾ ബോർഡിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചു. ചോദ്യക്കടലാസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ കൂടി പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തുന്ന രീതിയായിരുന്നു പ്രൊഫസറുടേത്. അതുകൊണ്ട് ആ ചോദ്യങ്ങളും പരീക്ഷയുടെ ഭാഗമാണെന്ന് ഡാൻസിങ് കരുതി. പരീക്ഷയ്ക്ക് അനുവദിച്ചിരുന്ന സമയം കൊണ്ട് ചോദ്യക്കടലാസിലെ 8 ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം എഴുതി. പക്ഷെ ബോർഡിൽ കിടന്നിരുന്ന ചോദ്യങ്ങൾ കടുകട്ടിയായിരുന്നു. എത്ര ആലോചിച്ചിട്ടും അവയ്ക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഡാൻസിങ്ങിന് കഴിഞ്ഞില്ല. ഡാൻസിങ്ങിൻ്റെ അപേക്ഷ പ്രകാരം ഉത്തരം കണ്ടെത്താനായി പ്രൊഫസർ 4 ദിവസം കൂടി അനുവദിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ 3-ാം ദിവസത്തിൻ്റെ അവസാനവും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ തനിക്ക് അനുവദിച്ചിരുന്ന സമയം തീരുന്നതിന് അല്പം മുമ്പായി 2 ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. താൻ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണോ എന്ന് അദ്ദേഹത്തിന് തീർച്ചയില്ലായിരുന്നത്. അതുകൊണ്ട് ഉത്തരക്കടലാസ് പ്രൊഫസറുടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഡാൻസിങ് അതിവേഗം സ്ഥലം വിട്ടു. പിറ്റേ ദിവസം നേരം ശരിക്ക് വെളുക്കുന്നതിന് മുമ്പ് പ്രൊഫസർ തൻ്റെ വിദ്യാർത്ഥിയായ ഡാൻസിങ്ങിനെ തേടിയെത്തി. ഡാൻസിങ്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു, പ്രൊഫസർ പറഞ്ഞു. താൻ കേൾക്കുന്ന കഥ എന്താണെന്നറിയാതെ ഡാൻസിങ് കണ്ണുമിഴിച്ച് നിൽക്കുമ്പോൾ പ്രൊഫസർ തുടർന്നു, ഞാൻ അന്ന് ബോർഡിൽ എഴുതിയിട്ടിരുന്ന ചോദ്യങ്ങൾ പരീക്ഷയുടെ ഭാഗമല്ലായിരുന്നു. വളരെ പ്രഗത്ഭന്മാർക്ക് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ചോദ്യങ്ങളാണ് അവയെന്നും സമയം കിട്ടുമ്പോൾ തമാശയ്ക്ക് വേണ്ടി അവയുമായി മല്ലടിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. വൈകിയെത്തിയതുകൊണ്ട് നിങ്ങളത് കേട്ടില്ല. എന്നാൽ ഡാൻസിങ്, നിങ്ങൾ ആ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ എൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരിക്കും. ഈ വാർത്ത കേട്ടപ്പോൾ ഡാൻസിങ്ങിനുണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു. പ്രഗത്ഭർക്ക് പോലും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്ന ചോദ്യങ്ങളാണ് അന്ന് ബോർഡിൽ കിടന്നിരുന്നതെന്ന് ഡാൻസിങ് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ശ്രമിക്കുമായിരുന്നില്ല. ഉത്തരം കണ്ടെത്താൻ അസാധ്യമായ ചോദ്യങ്ങളെ അദ്ദേഹം അവയെ തള്ളിക്കളയുമായിരുന്നു. എന്നാൽ പ്രഗത്ഭർ പോലും ആ ചോദ്യങ്ങളുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട കഥ അറിയാതിരുന്നതുകൊണ്ട് ഡാൻസിങ് തൻ്റെ ബുദ്ധി സാമർഥ്യം മുഴുവനും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി ചെലവഴിച്ചു. എന്നുമാത്രമല്ല,
ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അസാധ്യം എന്ന ചിന്ത പോലും അദ്ദേഹത്തിൽ കടന്നുകൂടാനിടയായില്ല. അസാധ്യം എന്ന വാക്ക് ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് മുമ്പേ കടന്നുപോയവർക്ക് സാധിക്കാതിരുന്ന കാര്യങ്ങൾ നമുക്കും സാധിക്കില്ല എന്ന് നാം തെറ്റായി കരുതുന്നു. നമ്മിലുള്ള കഴിവുകളുടെ ശക്തിയും വ്യാപ്തിയും ഒരുപോലെ വളരെ വലുതായിരിക്കാം.